വയനാട് കള്ളാടിയിലെ തുരങ്കപാത നിർമ്മാണ മേഖലയിൽ നിന്നും 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതോടെ മരണപ്പെട്ടവരുടെ എണ്ണം 5 ഉയർന്നു. ഇനി കണ്ടെത്താനുള്ള 3 പേർക്കായി ദുരന്തഭൂമിയിൽ ഇപ്പോഴും വ്യാപകമായ പരിശോധനകൾ തുടരുകയാണ്. തുരങ്കപാത നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന ദിലീപ് ബിൽഡ്കോൺ എന്ന കരാർ കമ്പനിയിലെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഈ വൻ ദുരന്തത്തിനിരയായത്. കൂടുതൽ പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന ആശങ്ക നിലനിൽക്കുന്നതിനാൽ പൂർണ്ണമായും ശാസ്ത്രീയമായ രീതിയിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ദുരന്തബാധിത പ്രദേശത്തെ 4 സോണുകളായി തിരിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സും പോലീസും അതോടെ പ്രാദേശിക കൂട്ടായ്മകളും സംയുക്തമായാണ് ഈ പ്രതികൂല സാഹചര്യത്തിലും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരുന്നത്. അതിനിടയിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ദുരന്തബാധിത പ്രദേശത്ത് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. രക്ഷാപ്രവർത്തനങ്ങളുടെ പുരോഗതി ചോദിച്ചറിഞ്ഞിരുവരും അപകടത്തിൽ പരിക്കേറ്റ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരെയും നേരിട്ട് കണ്ട് ആശ്വസിപ്പിച്ചു. ദുരന്തത്തിനിരയായവർക്ക് ആവശ്യമായ ഏറ്റവും മികച്ച ചികിത്സയും മറ്റ് അടിയന്തര സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ മേഖലയിൽ ഇപ്പോഴും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് അധികൃതർ നൽകിയിരിക്കുന്നത്.